ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ജലഘോഷയാത്രയ്ക്ക് ശേഷം ആരംഭിച്ചു. മത്സര വള്ളംകളി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ്. 49 പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി CG ഉമേഷും നിഷയും ഉണ്ട്. ആദ്യം ഉമേഷിലേക്കാണ്. ഉമേഷ്, ഈ ഓളപ്പരപ്പിൽ ആവേശപ്പോരെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയും, പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. മത്സര വള്ളംകളി ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. ഏബാശിലെ പള്ളിയോടങ്ങളാണല്ലോ ഇപ്പോൾ മാറ്റുരയ്ക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ 8 വള്ളെങ്കിലും യൂസേഴ്സ് ഫൈനലുമായി മത്സരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അങ്ങ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, പള്ളിയോടങ്ങൾ അങ്ങനെ ക്ഷേത്രക്കടൽ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാനും മീറ്ററുകൾ മാത്രമാണുള്ളത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ. അതിന്റെ ആവേശം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. ലാഗയുടെ ആറന്മുള, അത് ആറന്മുളയുമായി ചേർന്ന് കിടക്കുന്ന കര തന്നെയാണ്. കാട്ടൂർ കരയ്ക്ക് ആറന്മുളയുടെ പള്ളിയോട ചരിത്രവുമായി ഏറെ ബന്ധമുള്ള ഒരു കരയാണ് കാട്ടൂർ. കാട്ടൂർ ദേശവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പള്ളിയോടവും തിരുവാഭരണത്തോണിയും തിരുവാഭരണ സദ്യയും തിരുവോണ സദ്യയും ഒക്കെ ഉണ്ടായത്. അങ്ങനെ പള്ളിയോടവുമായി ഏറെ ചേർന്ന് കിടക്കുന്ന ഒരു കരയാണ് കാട്ടൂർ. ചിറയിറമ്പും ആറന്മുളയ്ക്ക് നേരെ എതിർഭാഗത്തുള്ള കരയാണ്. മാലക്കരയ്ക്കും പറയാനുണ്ട്. പള്ളിയോട ചരിത്രത്തിൽ ഒരുപാട് നേട്ടങ്ങൾ. ഇത്തവണ മാലക്കര കര ഏറെ ഒരുങ്ങിയാണ് ഇത്തവണ ഈ മത്സര രംഗത്തേക്ക് എത്തിയത്. അങ്ങനെ ഓരോ കരയ്ക്കുമുണ്ട് ഓരോ ചരിത്രം പറയുന്ന ആറന്മുളയുടെ പള്ളിയോട ചരിത്രത്തിലെ നിർണായക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ലാഗയുടെ ആറന്മുള, കാട്ടൂർ, ചിറയിറമ്പ്, മാലക്കര എന്നീ 4 പള്ളിയോടങ്ങളാണ് ഒപ്പത്തിനൊപ്പം തുഴയൊറിഞ്ഞ് അങ്ങനെ മത്സരിച്ചു വരുന്നത്. 3 പള്ളിയോടങ്ങൾ ഒരുമിച്ചെത്തുന്ന ഒരു പള്ളിയോടം അല്പം പിറകിലാണ്. ട്രാക്കിലെ കണക്കുകൾ പരിശോധിച്ച ലാഗയുടെ ആറന്മുളയാണ് അല്പം പിന്നിലുള്ളത്. കാട്ടൂർ, ചിറയിറമ്പ്, മാലക്കര എന്നീ 3 പള്ളിയോടങ്ങൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു. ഇപ്പോൾ 2 പള്ളിയോടങ്ങൾ, അത് ഏതൊക്കെ പള്ളിയോടങ്ങളാണ് എന്ന് തിരിച്ചറിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാലക്കര, ചിറയിറമ്പ് എന്നീ 2 പള്ളിയോടങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പത്തിനൊപ്പം അങ്ങനെ മത്സരിച്ചു വരുന്നത്. എന്തായാലും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ പാദ മത്സരങ്ങളുടെ വേഗത കണക്കിലാക്കിയാണ് ഇനി ഫൈനൽ മത്സരത്തിലേക്കുള്ള യോഗ്യത നേടിയ ആളുകളെ കണ്ടെത്തുക. നേരത്തെ ബാച്ചിന്റെ ആദ്യപാദ മത്സരത്തിൽ മല്ലപ്പുഴശ്ശേരി പള്ളിയോടമായിരുന്നു ആദ്യമായി ഫിനിഷ് ചെയ്തത്. ഇനിയിപ്പോൾ 2ാം പാദ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആദ്യം 4 പള്ളിയോടങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് നയമ്പെറിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു. അതിൽ 3 പള്ളിയോടങ്ങളായി. പിന്നീട് ഇപ്പോൾ ക്ഷേത്രക്കടവ് പിന്നിട്ട സ്റ്റട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ 2 പള്ളിയോടങ്ങൾ മാത്രമാണ്. ആ 2 പള്ളിയോടങ്ങൾ ഏതാണ് എന്ന് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും വാശിയോടെയാണ് ആ ഓരോ പള്ളിയോടങ്ങളും തുഴയെറിഞ്ഞ് ഇവിടേക്ക് എത്തുക. ഏബാശു പള്ളിയോടങ്ങളുടെ ഹിറ്റ് മത്സരത്തിന്റെ 2ാം പാദ മത്സരമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലക്ഷ്മി, എത്രത്തോളം വീറും വാശിയുമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഭക്തിയും ആചാരാനുഷ്ഠാനങ്ങളും മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ജലഘോഷയാത്രയ്ക്ക് എത്ര നയനമനോഹരമായാണ് പള്ളിയോടങ്ങൾ തുഴയെറിഞ്ഞ് മുകളിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ കണ്ടില്ലേ, കുത്തിയെറിഞ്ഞ് പരമാവധി വെള്ളം പുറകോട്ട് ഓരോ നയമ്പും കുത്തിയെറിഞ്ഞ് ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് അങ്ങനെ എത്രയും പെട്ടെന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക എന്നതാണ് ഓരോ പള്ളിയോടത്തിന്റെയും ലക്ഷ്യം. അങ്ങനെ 2 പള്ളിയോടങ്ങൾ, ഒന്ന് കാട്ടൂരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 6ാം നമ്പർ പള്ളിയോടം ഒന്ന് കാട്ടൂരാണ്. 5ാം നമ്പർ പള്ളിയോടമാണ് അടുത്തതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പള്ളിയോടങ്ങളുടെ ടൈം ചേർത്ത് വെച്ചാണ് ഇനി വിജയിയെ നിശ്ചയിക്കുക. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഹിറ്റ് മത്സരങ്ങൾ തുടങ്ങാൻ അല്പം കാലതാമസം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ വളരെ വേഗം അത് പൂർത്തിയാകുന്നുണ്ട്. നേരത്തെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഹിറ്റ് മത്സരങ്ങൾ ആരംഭിക്കുമായിരുന്നെങ്കിൽ ഇത്തവണ ചില സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായം കൂടി പള്ളിയോട സേവാ സംഘം അങ്ങനെ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പള്ളിയോടങ്ങൾ തിരിക്കുന്നതിന് അല്പം താമസം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പള്ളിയോടം ഫിനിഷ് ചെയ്താൽ ഉടനെ തന്നെ അവിടെ അടുത്ത ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് അത്തരത്തിലല്ല ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഈ കാഴ്ച ഇത് ആറന്മുളയ്ക്ക് മാത്രം സ്വന്തമായ ചില കാഴ്ചകളാണ്. നോക്കൂ, വള്ളപ്പാടുകൾക്ക് പിന്നിലാണെങ്കിൽ പോലും പുറകിൽ വരുന്ന പള്ളിയോടം അങ്ങനെ പാടിത്തുഴഞ്ഞ ആവേശമൊട്ടും അവർക്കും കുറയുന്നില്ല. ഈ ജലമേളയിൽ ഭഗവാന്റെ പ്രതിഷ്ഠാദിനമായ ഉത്രട്ടാദിനത്തിൽ നടക്കുന്ന ഈ ജലമേളയിൽ ഒന്ന് പങ്കെടുക്കുക. എന്തായാലും പ്രതിഷ്ഠാദിനം കഴിഞ്ഞെങ്കിലും ആ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. അങ്ങനെ അതിൽ പങ്കെടുക്കുന്നത് തന്നെ പുണ്യമായി കാണുന്ന കരകളാണ് ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള പള്ളിയോട കരകൾ. അതുകൊണ്ടാണ് അല്പം പിന്നിലാണെങ്കിലും സാരമില്ല, ഞങ്ങൾ ഇതിന്റെ ഭാഗവാക്കായി മാറിയാൽ മാത്രം മതി എന്നതാണ് ഓരോ പള്ളിയോട കരയുടെയും ആഗ്രഹം. ഓരോ പള്ളിയോട കരയിലെയും ഓരോരുത്തരുടെയും ആഗ്രഹം. അങ്ങനെ എത്തിയ ആളുകളാണ് ആ പള്ളിയോടത്തിൽ നയംപെറിയുന്നത്. അങ്ങനെ നയംപെറിഞ്ഞ പള്ളിയോടങ്ങൾ ഓരോന്നും അങ്ങനെ കടന്നു വരികയാണ്. ഏവാച്ചു പള്ളിയോടങ്ങളുടെ 2ാം പാദ മത്സരം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ 4ാമതൊരു പള്ളിയോടം കൂടി അങ്ങനെ തുഴഞ്ഞ് അങ്ങനെ എത്തുന്നുണ്ട്. ഇതിനുശേഷം
ശേഷം മാത്രമാണ് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റായ പരപ്പുഴക്കടവിൽ നിന്ന് എബാച്ച് പള്ളിയോടങ്ങളുടെ മൂന്നാം പാദ മത്സരം ആരംഭിക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെങ്കിൽ പ്രേക്ഷകർക്ക് അങ്ങ് വിദൂരതയിൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഏതാണ്ട് 1300 മീറ്റർ ദൂരെയാണ്, 1 കിലോമീറ്റർ മുകളിൽ ദൂരമുണ്ട് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നോക്കിയാൽ കാണാം. അവിടെ നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരന്മാരെ പോലെ പള്ളിയോടങ്ങൾ അങ്ങനെ അണിനിരന്ന് നിൽക്കുന്നു. ഇനിയിപ്പോൾ എബാച്ച് പള്ളിയോടങ്ങളുടെ മൂന്നാം പാദ മത്സരമാണ്. ആ മൂന്നാം പാദ മത്സരത്തിൽ പങ്കെടുക്കുക ഉമയാറ്റുകര പള്ളിയോടം, ഇടിയാറന്മുള, തെക്കേമുറി, നെടുമ്പ്രയാർ, അങ്ങനെ ഓരോ പള്ളിയോടങ്ങളും ഒപ്പത്തിനൊപ്പം കരുത്തരായ പള്ളിയോടങ്ങളാണ്. ആറന്മുളയുടെ പള്ളിയോട ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള പള്ളിയോടങ്ങൾ, ആറന്മുളയുടെ സാംസ്കാരിക തനിമയോളം തന്നെ പഴക്കമുള്ള പള്ളിയോടങ്ങളാണ്. ഓരോ കരയിൽ നിന്നും ഇവിടേക്ക് ഈ ജലമേളയുടെ ഭാഗമാകാൻ, ഈ മത്സരവള്ളങ്ങളുടെ ഭാഗമാകാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങ് കിഴക്ക് അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പള്ളിയോടങ്ങളും ഒരേപോലെ അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുഴയെറിയേണ്ടതുണ്ട്. ഈ പമ്പാ നദിയിൽ എപ്പോഴും ഒഴുക്കുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ട്രാക്ക് ക്രമീകരിക്കുമ്പോൾ പലപ്പോഴും ഒഴുക്കുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്ന പള്ളിയോടം അല്പം മേൽക്കൈ പള്ളിയോടങ്ങൾ കിട്ടാറുണ്ട്. അത് പലപ്പോഴും പല തർക്കങ്ങൾക്കിടയാക്കാറുണ്ട്. എന്നാൽ കായലിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ഒഴുക്കൊരു പ്രശ്നമല്ലാത്തത് കൊണ്ട് ഇവിടെ ആ ഒഴുക്കൊരു പ്രശ്നമാണ്. അത് പലപ്പോഴും ചില തർക്കങ്ങളിലേക്കും വാക്ക് തർക്കങ്ങളിലേക്കും ഒക്കെ പോകാറുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തവണ ഇത്തരം ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ ഒരു സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എല്ലാ പള്ളിയോടങ്ങളും ഒരേപോലെ തിരിക്കുന്ന തരത്തിലേക്കാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേഗത അളക്കാനും കൃത്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ ആവേശവും ഭക്തിയും മത്സരവും എല്ലാം അതിന്റെ പരസ്പരം ഇടചേർന്ന് കിടക്കുന്നു എന്നതാണ് ആറന്മുളയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഘടകങ്ങൾ. എന്തായാലും എബാച്ച് പള്ളിയോടങ്ങളുടെ മൂന്നാം പാദ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഈ ഈറ്റ്സ് മത്സരങ്ങളിൽ, പാദ മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ പരമാവധി വേഗത്തിൽ പാടിത്തുഴഞ്ഞെത്തുന്ന 4 പള്ളിയോടങ്ങൾ, അത് ഒരേ ഹീറ്റ്സിലെ 2 പള്ളിയോടങ്ങളാവാം, പല ഹീറ്റ്സുകളായുള്ള പള്ളിയോടങ്ങളാകാം. എന്തായാലും വേഗതയാണ് അതിലൊരു പ്രധാന ഘടകം. ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ പാടിത്തുഴഞ്ഞെത്തിയ ആ പള്ളിയോടത്തെയാണ് ഇത്തവണ 4 പള്ളിയോടങ്ങളെ മത്സരത്തിനായി ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കും. അത്തരം പള്ളിയോടങ്ങൾക്ക് തൊട്ടു പിന്നിലായി എത്തിയിരിക്കുന്ന 4 പള്ളിയോടങ്ങളെ ലൂസേഴ്സ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കും. അങ്ങനെ 8 പള്ളിയോടങ്ങൾ ആകെ ഈ പാദ മത്സരങ്ങളിൽ നിന്ന് 8 പള്ളിയോടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും വേഗത്തിലെത്തിയ 4 പള്ളിയോടങ്ങൾ ഫൈനലിലും അതിന് തൊട്ടു പിറകിലായുള്ള 4 പള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനലിലും പങ്കാളികളാകും. അങ്ങനെയാണ് മത്സരക്രമത്തിന്റെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എ ബാച്ചിൽ 33 പള്ളിയോടങ്ങൾ, ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളാണ് ഇത്തവണ മന്നൻ ട്രോഫിക്കായി മാറ്റുരയ്ക്കുന്നത്. പമ്പാ നദിയിലെ ജലപ്പരപ്പിലെ കരുത്തരാരാണ് എന്നത് തിരിച്ചറിയാനായുള്ള മത്സരവള്ളംകളി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ അങ്ങ് കിഴക്ക് കാണാം, അങ്ങനെ വെള്ളി തിളങ്ങുന്നത് പോലെ അവിടെ നയമ്പ് വെള്ളത്തിൽ ഇങ്ങനെ മുട്ടുമ്പോൾ, സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ നയമ്പിൽ വെള്ളം തട്ടി അങ്ങനെ തിളങ്ങുന്നത് കാണാം. അപ്പോൾ അതിനർത്ഥം അവിടെ മത്സരം ആരംഭിച്ചു എന്നാണ്. മൂന്നാം പാദ മത്സരം ഉമയാറ്റുകരയും ഇടയാറന്മുളയും തെക്കേമുറിയും നെടുമ്പ്രയാറും പരസ്പരം വളരെ അടുത്ത് കിടക്കുന്ന കരകളാണ് ഇവയെല്ലാം പരസ്പരം അങ്ങനെ വാശിയോടെ വീറോടെ നയമ്പെറിഞ്ഞ് അങ്ങ് കിഴക്ക് പരപ്പുഴക്കടവിൽ നിന്ന് മത്സരം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രത്തോളം കാലതാമസം ആറന്മുളയിലെ ഈറ്റ്സ് മത്സരങ്ങൾക്കിടയിൽ ഉണ്ടാവാറില്ലായിരുന്നു. ഇത്തവണ ചില സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായം കൂടി അവിടെ ഏർപ്പെടുത്തിയതുകൊണ്ടാണ് ഇത്ര ചില താമസങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പള്ളിയോടങ്ങളൊക്കെ അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. 2 പാദ മത്സരങ്ങൾ, എ ബാച്ചിന്റെ 2 ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മൂന്നാം പാദ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. അങ്ങ് ഇവിടെ നോക്കിയാൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് അങ്ങ് പടയാളികൾ നിലനിൽക്കുന്ന പോലെ, കുതിരപ്പുറത്ത് പടയാളികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് പരപ്പുഴക്കടവിൽ പള്ളിയോടങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അമരങ്ങൾ ആ നിറഭംഗിയോടുകൂടിയുള്ള നെറ്റിപ്പട്ടം പോലത്തെ അമരച്ചാർത്ത് നിൽക്കുന്ന ആ പള്ളിയോടങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി മൂന്നാം പാദ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. നയമ്പെറിയുന്നതിന്റെ ആ തിളക്കം അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉമയാറ്റുകര, ഇടയാറന്മുള, തെക്കേമുറി, നെടുമ്പ്രയാർ പള്ളിയോട ചരിത്രത്തിൽ ഏറെ നിർണായകമായ സ്ഥാനമുള്ള ആറന്മുളയുടെ പള്ളിയോട സാംസ്കാരിക ചരിത്രത്തിൽ ഏറെ സ്ഥാനമുള്ള 4 പള്ളിയോടങ്ങൾ ഉമയാറ്റുകര, ഇടയാറന്മുള, തെക്കേമുറി, നെടുമ്പ്രയാർ. 1ാം ട്രാക്കിൽ ഉമയാറ്റുകര, 2ാം ട്രാക്കിൽ ഇടയാറന്മുള, 3ാം ട്രാക്കിൽ തെക്കേമുറി, 4ാം ട്രാക്കിൽ നെടുമ്പ്രയാർ. ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള പള്ളിയോടക്കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് നെടുമ്പ്രയാർ. ആറന്മുളയ്ക്ക് തൊട്ട് മുകളിലായുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ, ഇപ്പോൾ മത്സരം ആരംഭിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിന് നേരെ മുൻപിലാണ് നെടുമ്പ്രയാർ പള്ളിയോടത്തിന്റെ നെടുമ്പ്രയാർ കരയുള്ളത്. അതിന് താഴെയാണ് തെക്കേമുറി പള്ളിയോടത്തിന്റെ പള്ളിയോട പോലെയുള്ളത്. അങ്ങനെ ആറന്മുളയുമായി ബന്ധപ്പെട്ട പള്ളിയോടങ്ങളാണ് ഇവ രണ്ടും. അങ്ങനെ ആറന്മുളയുടെ പള്ളിയോട ചരിത്രത്തിൽ ഏറെ സ്ഥാനമുള്ള, നിർണായക സ്ഥാനമുള്ള 4 പള്ളിയോടങ്ങൾ അങ്ങനെ പാടിത്തുഴഞ്ഞ്
കഴിഞ്ഞ് നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുത്തപ്പോൾ കണ്ടത് അവിടെ അതൊരു താളമുണ്ട്, അതിനൊരു പ്രത്യേക ഭാവമുണ്ട്. എന്നാൽ ഇപ്പോൾ അതല്ല. അവിടെ ഇപ്പോഴത്തെ താളം അങ്ങനെ മുറുകി വെച്ചുപാട്ടുപാടി മുറുകിയാണ് പള്ളിയോടങ്ങൾ വരുന്നത്. ഓരോ നയമ്പും പരമാവധി പുറകോട്ട് കുത്തി, ഓരോ നയമ്പിലും പരമാവധി വെള്ളം പുറകോട്ട് തെറിപ്പിച്ച് എത്രയും വേഗത്തിൽ ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിലേക്ക് എത്തണം എന്നത് മാത്രമാണ് ഓരോ പള്ളിയോടത്തിലെയും തുഴച്ചിൽക്കാരുടെ ഒരു സ്വപ്നം. അപ്പോഴും വേഗത മാത്രമാണ് അടിസ്ഥാനപ്പെടുത്തുമ്പോഴും അവിടെ അതെല്ലാം ഭഗവാൻ സമർപ്പിക്കുകയാണ്. കാരണം ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടുള്ള പാട്ടാണ് ആ വേഗത്തിലും അവർ പാട്ടുന്നത്. വെച്ചുപാട്ടുപാടിയാണ് അവർ എത്തുക. ഇനി ഏബാച്ച് പള്ളിയോടങ്ങളുടെ 3-ാം പാദ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉമയാറ്റുകര, ഇടയാറമുള, തെക്കേമുറി, നെടുമ്പ്രയർ, ആ 3 പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. 4 പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് 3 പള്ളിയോടങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് 4ാമത്തെ പള്ളിയോടം പങ്കെടുക്കാത്തത്, അല്ലെങ്കിൽ 4ാമത്തെ പള്ളിയോടം എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന കാര്യത്തിൽ ഒക്കെ ഇനി ഔദ്യോഗികമായി ചില സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് എന്തായാലും 3 പള്ളിയോടങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഏത് പള്ളിയോടമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയണമെങ്കിൽ ഇനി ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ പള്ളിയോടങ്ങൾ എത്തണം. മുൻ വർഷങ്ങളിലെ പോലെ ഹീറ്റ്സുകളിലെ ജേതാക്കന്മാർ ഫൈനലിലേക്ക് തിരഞ്ഞെടുത്ത് പരസ്പരം മത്സരിക്കുകയല്ല. പകരം ഏത് വള്ളമാണോ, ഏത് 4 പള്ളിയോടങ്ങളാണോ ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഏറ്റവും വേഗതയോടുകൂടി എത്തിയത്, ആ 4 പള്ളിയോടങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുക എന്ന തരത്തിലേക്കാണ് ക്രമീകരണം. എന്തായാലും ആ മത്സരം അതിന്റെ വീറും വാശിയും നമുക്ക് കാണാം. പമ്പയുടെ ഇരു കരകളിലും നമ്മൾ ആലങ്കാരികമായി പറയും പൂഴിവാരിയിട്ടാൽ നിലത്ത് വീഴില്ല എന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പമ്പയുടെ ഇരു കരകളിലും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങ് തൊട്ടപ്പുഴശ്ശേരി കടവിൽ ആറന്മുളയ്ക്ക് നേരെ അക്കരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സത്രക്കടവ് നേരെ അക്കരെ തൊട്ടപ്പുഴശ്ശേരി കടവിലാണെങ്കിലും ഇങ്ങനെ സത്രക്കടവിലാണെങ്കിലും പിന്നീട് ക്ഷേത്രക്കടവിലാണെങ്കിലും ഇരു കരകളും തയ്യാറാക്കിയിരിക്കുന്ന ഗ്യാലറിയിലാണെങ്കിലും ഒക്കെ ആളുകൾ അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ആവേശം കാണാനാണ്. ഈ ആവേശം മാത്രമല്ല, ഈ ഒരു ഭംഗി, ഇത് ആറന്മുളയ്ക്ക് മാത്രം സ്വന്തമായ ഒരു ശൈലിയാണ്. നോക്കൂ, ആ നയമ്പെടുത്ത് കറക്കി തുഴഞ്ഞു വരുന്നത്. നേരത്തെ ജലഘോഷയാത്രയിൽ കണ്ടത് വെള്ളത്തെ അങ്ങനെ നയമ്പ് കറക്കി എറിഞ്ഞ് ആ ഭംഗിയോടുകൂടി പോവുകയായിരുന്നു. ഇപ്പോൾ അതൊന്നും മാറി. തുഴച്ചിൽക്കാരൊന്ന് മുന്നോട്ട് കുനിഞ്ഞിരുന്ന് കനം കുത്തുക എന്നൊക്കെ ആറന്മുള ശൈലിയിൽ പറയും. കനം കുത്തി തുഴഞ്ഞ് അങ്ങനെ പള്ളിയോടങ്ങൾ കുതിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും പള്ളിയോടങ്ങളുടെ ഏബാച്ച് പള്ളിയോടങ്ങളുടെ 3-ാം പാദ മത്സരമാണ് ലക്ഷ്മി ഇപ്പോൾ പൂർത്തിയാവുന്നത്.